ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. എൻ്റെ വേദപുസ്തക ധ്യാനത്തിലും വായനയിലും മനുഷ്യൻ്റെ ആയുസ് ദൈവം കുറച്ച ഒരു സന്ദർഭം ശ്രദ്ധയിൽപ്പെട്ടു. അതിനെക്കുറിച്ച് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അതിൽ നിന്ന് ചില ചിന്തകൾ എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് വന്നു. വേദപുസ്തകാടിസ്ഥാനത്തിൽ ദൈവം എന്തുകൊണ്ട് മനുഷ്യൻ്റെ ആയുസ് കുറച്ചു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചില മിനിറ്റുകൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. ഇതൊരു ശാസ്ത്രീയ വിശകലനമൊന്നുമല്ല, വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള ചിന്തകളാണ്. നമുക്കറിയാം, വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ഒക്കെ മനുഷ്യൻ്റെ ജീവിതം ഒരു വല്ലാത്ത പ്രയാസത്തിൻ്റെ അകത്ത് ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഈ ആധുനിക വൈദ്യശാസ്ത്രം കൊണ്ട് മനുഷ്യായുസിനെ മനുഷ്യൻ ദീർഘമാക്കിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ഒരു ആവറേജ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 70, 80, 85 അതിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നുമുള്ള ചിന്തകളൊന്നുമല്ല, വേദപുസ്തകത്തിൽ നിന്ന് ചില ചിന്തകൾ. ദൈവം എന്തുകൊണ്ട് മനുഷ്യൻ്റെ ആയുസ് കുറച്ചു, ആ കാര്യമാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 6-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം, അപ്പോൾ യഹോവ, മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവൻ്റെ കാലം 120 സംവത്സരമാകും എന്ന് അരുളി ചെയ്തു. മനുഷ്യൻ്റെ ആയുസ്സിനെ ദൈവം കുറയ്ക്കുന്ന ഒരു പ്രത്യേക സന്ദർഭമാണ് നമ്മൾ കാണുന്നത്. ദൈവം തന്നെയാണ് കുറയ്ക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, എൻ്റെ ആത്മാവ് സദാകാലവും അവനിൽ വാദിക്കത്തില്ല. എന്തായിരുന്നു ഇതിൻ്റെ പശ്ചാത്തലം? ഉൽപ്പത്തി പുസ്തകം 4-5 അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ആ അധ്യായങ്ങളിൽ നിന്ന് നമ്മൾ ഈ പറഞ്ഞ 6-ാം അധ്യായത്തിലേക്ക് നമുക്ക് എത്തുവാനായിട്ട് കഴിയും. 6-ാം അധ്യായം ആരംഭിക്കുമ്പോൾ എഴുതിയിരിക്കുന്നത് മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങിയെന്നാണ്. അപ്പോൾ മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങിയപ്പോൾ എന്ന് പറഞ്ഞാൽ ഭൂമി മനുഷ്യരെ കൊണ്ട് നിറഞ്ഞൊരു കാലഘട്ടത്തിൽ മനുഷ്യൻ ഭൂമിയിൽ പെരുകി എന്നുള്ളതല്ല അവിടുത്തെ പ്രശ്നം. പെരുകിയ മനുഷ്യൻ തങ്ങൾക്ക് ബോധിച്ചതുപോലെ ജീവിക്കാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ് പ്രശ്നം. അവിടെ എഴുതിയിരിക്കുന്നത്, ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യൻ്റെ പുത്രിമാരെ ഭാര്യമാരായിട്ടെടുത്തു, സൗന്ദര്യമുള്ളവരായി കണ്ടു, ഭാര്യമാരായിട്ടെടുത്തു. അവിടെ എഴുതിയൊരു പദം, ബോധിച്ചവരെ ഭാര്യമാരായിട്ടെടുത്തു. ഇതാണ് കാര്യം. മനുഷ്യൻ പെരുകിയതല്ല പ്രശ്നം, ബോധിച്ചവരെ ഭാര്യമാരായിട്ടെടുത്തു. തങ്ങൾക്ക് ബോധിച്ചതുപോലെ ജീവിക്കാൻ സൃഷ്ടിക്കപ്പെട്ടവനല്ല മനുഷ്യൻ. ഞാനും നിങ്ങളും തങ്ങൾക്കിഷ്ടപ്പെട്ടതുപോലെ തങ്ങളുടെ വഴിയിൽ നടക്കാൻ ഇഷ്ടപ്പെട്ടവരല്ല. ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം ദൈവത്തിൻ്റെ വഴിയിൽ നടക്കണം എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് ദുഃഖകരമെന്ന് പറയട്ടെ, ബഹുഭൂരിപക്ഷം ജനങ്ങളും തങ്ങൾക്ക് ബോധിച്ചതുപോലെ നടക്കുന്നവരാണ്. ഇഷ്ടമുള്ളവരെ ഭാര്യമാരായിട്ട് എടുക്കുന്നവർ. ഇതിൻ്റെ അകത്തൊക്കെ ഒത്തിരി ആത്മീക ചിന്തകളുണ്ട്. ഒരു കുടുംബജീവിതത്തിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവം പറയുന്നതിനനുസരിച്ച് തെരഞ്ഞെടുത്താൽ ആ ജീവിതം ശുഭമായി തീരും. ഇന്നത്തെ കാലത്തെ ഒട്ടുമിക്ക കുടുംബ തകർച്ചകളുടെ കാരണം ദൈവാശ്രയമില്ലാതെ തങ്ങൾക്ക് ബോധിച്ചതുപോലെയുള്ള തെരഞ്ഞെടുപ്പ് നടത്തി ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുന്നത് കൊണ്ടാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെ ഇന്നത്തെ കാലത്തെ യുവതലമുറകൾ എത്രത്തോളം അംഗീകരിക്കും എന്നെനിക്കറിയത്തില്ല. പക്ഷേ അംഗീകരിക്കുന്ന ഒരു നല്ല കൂട്ടം ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരുണ്ട്. ഞങ്ങളൊക്കെ അങ്ങനെയൊക്കെ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നവരാണ്. ദൈവത്തിൻ്റെ ആലോചന അനുസരിച്ച്, ദൈവം പറയുന്നതിനനുസരിച്ച് ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ്. അപ്പം അന്നത്തെ ഒരു കാലത്തെ ഈ ഒരു വാക്യങ്ങളുടെ പ്രസക്തി ഇന്നത്തെ കാലത്ത് എന്താണെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകും. അത് വളരെ പ്രസക്തമാണ്. കാരണം അന്ത്യകാല ലക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് യേശു പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന്, മനുഷ്യപുത്രന്റെ വരവിൻ്റെ കാലം നോഹയുടെ കാലം പോലെയാകും. അപ്പം ഇത് നോഹയുടെ കാലമായിരുന്നു. അപ്പോൾ ആ കാലം തന്നെയാണ് നമ്മൾ ജീവിക്കുന്ന ഈ കാലത്തിന് രണ്ടും സമാനമാണ്. അന്നത്തെ കാലത്തിന് തുല്യമാണ് ഇന്നത്തെ കാലം. അങ്ങനെയെങ്കിൽ അന്നത്തെ കാലം എന്തായിരുന്നു? അവിടെ എന്ത് സംഭവിച്ചു? ഇന്നത്തെ കാലം എന്താണ് സംഭവിക്കുന്നതെന്ന് ചിന്തിക്കാം. നോഹയുടെ കാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മനുഷ്യൻ മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്, പെരുകാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇന്നും അങ്ങനെ തന്നെയാണല്ലോ, മനുഷ്യൻ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. 2, തങ്ങൾക്ക് ബോധിച്ചതുപോലെ ജീവിക്കാനായിട്ട് തുടങ്ങി. ബോധിച്ച പോലെ ജീവിച്ചു എന്ന് പറയുമ്പോൾ എന്തായിരുന്നു ആ കാലത്തിൻ്റെ പ്രത്യേകത എന്ന് നമുക്ക് ചിന്തിക്കാം. ചിന്തിക്കുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ചില ആത്മീക ചിന്തകൾ കിട്ടുകയും നാം നമ്മുടെ ഈ വളരെ കുറഞ്ഞ ആയുഷ്കാലം 60-70 വർഷം ഈ പ്രസംഗിക്കുന്ന ഞാൻ അടുത്ത മാസം
അടുത്ത ദിവസങ്ങളിൽ സന്ദേശം നൽകാൻ ഉണ്ടാകുമോ എന്ന് പോലും അറിയത്തില്ല. കേൾക്കുന്ന നിങ്ങൾ എവിടെയായിരിക്കുമെന്നൊന്നും നമുക്ക് യാതൊരു ഉറപ്പുമില്ലാത്ത ഈ ഒരു കാലഘട്ടത്തിൻ്റെ അകത്ത് പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവകേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിച്ച് ദൈവത്തോടു കൂടെ ചേർന്ന് ജീവിക്കുക. അവിടെ എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യന്റെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടു. ആരായിരുന്നു ദൈവത്തിന്റെ പുത്രന്മാർ? പിന്നീടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പുരാതന കാലത്ത് മല്ലന്മാരുണ്ടായിരുന്നു. നെഫിലീം എന്നാണ് പദം. ആരായിരുന്നു നെഫിലീം? ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. മനുഷ്യന്റെ ആയുസ്സിനെ ദൈവം എന്തുകൊണ്ട് കുറച്ചു? 4-5 അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് 2 ജനറേഷനെ കാണാനായിട്ട് പറ്റും. 2 ജനറേഷൻ. ഒരു തലമുറ എന്ന് പറയുന്നത് കയീന്റെ തലമുറയാണ്. കയീൻ ആരാണ് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. തൻ്റെ ആരാധനയിൽ ദൈവപ്രസാദം ലഭിച്ചില്ല എന്ന് മനസ്സിലാക്കി തൻ്റെ സഹോദരനെ കൊന്നവനാണ് കയീൻ. എന്തുകൊണ്ടാണ് പ്രസാദം ലഭിക്കാതിരുന്നത്? ചേനയും കാച്ചിലും ഒന്നും കൊണ്ടുപോയി കൊടുത്തത് കൊണ്ടൊന്നുമല്ല. പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ചിന്തിക്കാം. അപ്പം ദൈവപ്രസാദം കിട്ടാതെ സഹോദരന്റെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചു എന്ന് കണ്ട് ഭൂമിയിലെ ആദ്യത്തെ കൊലപാതകനായി തീർന്ന കയീൻ. ആ കയീൻ ദൈവത്തിന്റെ ശാപം ഏറ്റുവാങ്ങി 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഏദന് കിഴക്ക് നോദ് ദേശത്ത് പോയി പാർത്തു. അവിടെ സ്വന്തമായി ഭൂമിയിലെ ആദ്യത്തെ പട്ടണം പണിത മനുഷ്യനാണ് കയീൻ. ആ പട്ടണത്തിന് തന്റെ മകന്റെ പേരിട്ടു ഹാനോക്ക്. പിന്നീടുള്ള കയീന്റെ ഒരു ജനറേഷൻ നമ്മൾ നോക്കിയാൽ കയീന് ഹാനോക്ക് എന്ന് പറയുന്ന ഒരു മകൻ ഉണ്ടാകുന്നു. ഹാനോക്കിന് ശേഷം നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റുന്നത് ഈരാദ്, മെഹുയയേൽ, മെതുശയേൽ, ലാമേക്ക് തുടങ്ങിയ ഒരു തലമുറ കയീന്റെ പിൻതലമുറ. യഹോവയുടെ സന്നിധി വിട്ട് യാത്ര ചെയ്തു പോയ കയീന്റെ തലമുറയെ നമ്മൾ നോക്കിയാൽ ആ ഒരു ജനറേഷൻ ദൈവ വഴിയിൽ നിന്ന് അകന്ന് ജീവിച്ചവരായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ മനുഷ്യന്റെ പുത്രന്മാർ ദൈവത്തിന്റെ പുത്രിമാരെ ഭാര്യമാരായിട്ട് എടുക്കുന്നു എന്ന് പറയുന്നത് കയീന്റെ തലമുറയും ഈ കയീൻ കൊന്ന ഹാനോക്കിന് പകരമായി ദൈവം ഷേത്ത് എന്ന് പറയുന്ന ഒരു സന്തതി ആദമിന് നൽകുന്നു. ഷേത്തിന് ശേഷം ഏനോശ് ഉണ്ടാകുന്നു. ഏനോശിന്റെ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന ഉണ്ടാകുന്നു. ഏനോശിന് ശേഷം കേനാൻ, മഹലേൽ, അങ്ങനെ ഒരു തലമുറ, യാരദ്, ഈരാദ്, മെതുശലേഹ്, മെഹു, അങ്ങനെ പോകുന്ന ഒരു തലമുറ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, കയീന്റെ പിൻതലമുറയിലേക്ക് നമ്മൾ നോക്കിയാൽ ആദ്യത്തെ ബഹുഭാര്യത്വം, പോളിഗമി, ലാമേക്ക് എന്ന് പറയുന്ന വ്യക്തിയാണ്. സില്ല 2 ഭാര്യമാരെ എടുത്തു. ഈ ലാമേക്കിനെ കുറിച്ച് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് പറയാം, ആദ്യത്തെ ഭൂമിയിലെ തല്ലുകാരനും ഗുണ്ടയും വഴക്കാളിയും അവനായിരുന്നു. കാരണം അവിടെ എഴുതിയിട്ടുണ്ട്, കയീന് പകരം 7 ഇരട്ടി പകരമെങ്കിൽ ഞാൻ 70 ഇരട്ടി പകരം ചെയ്യും. എൻ്റെ പരിക്കിന് പകരം ഞാൻ ഒരു പുരുഷനെ കൊല്ലുമെന്നാണ് പറഞ്ഞത്. അപ്പം ഭൂമിയിലെ ആദ്യത്തെ ബഹുഭാര്യത്വം ലാമേക്കായിരുന്നു. പിന്നീടുള്ള ഒരു തലമുറ നമ്മൾ നോക്കിയാൽ ദൈവത്തിൽ നിന്ന് തെറ്റിയാകുന്ന ഒരു തലമുറയെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ മനുഷ്യരെല്ലാം തന്നെ പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ 700, 800, 900 സംവത്സരം ഭൂമിയിൽ ജീവിച്ചിരുന്നവരാണ്. അവിശ്വസനീയമായിട്ട് നമുക്ക് തോന്നും. പക്ഷെ വേദപുസ്തകം വായിക്കുന്ന, വേദപുസ്തകത്തിൽ വിശ്വസിക്കുന്ന ഞാൻ വചനം 100% സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ചരിത്ര തെളിവുകളില്ലെങ്കിലും ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞിട്ട് പിന്നീട് ശാസ്ത്രീയ തെളിവുകൾ കൊണ്ട് അത് ശരിയാണെന്ന് വന്നിട്ടുള്ള കാലങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. പോകട്ടെ. പക്ഷെ വചനം 100% സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഈ വചനത്തിൽ എഴുതിയ കാര്യങ്ങൾ മാറ്റമില്ലാത്തതാണ്. ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം 800, 900, 969 വർഷമൊക്കെ ജീവിച്ച മനുഷ്യരുണ്ട്. ഭൂമിയിൽ ഏറ്റവും അധികം സംവത്സരമുള്ള മെതുശലേഖനെ പോലെയുള്ളവർ. അപ്പം ഈ 900, 950 വർഷവും മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോഴും ഇഷ്ടമുള്ളവരെ ഭാര്യമാരായിട്ട് എടുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് പറ്റും. ആ ഒരു തലമുറയെക്കുറിച്ച് ദൈവം പറയുന്നത് മനുഷ്യന്റെ ദുഷ്ടത വലിയതായിരുന്നു. ഭൂമിയിൽ സകല ജഡവും അതിൻ്റെ വഴി വഷളാക്കി. ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു. ദൈവത്തിന്റെ വഴിയിൽ നടക്കാൻ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, ദേഹം, ദേഹി, ആത്മാവ്, ഇങ്ങനെ ഈ 3 ഘടകങ്ങളോടുകൂടി വേണമെങ്കിൽ ദൈവം സംസാരിക്കുന്നത് കേൾക്കാൻ, ദൈവത്തോടു കൂടെ നടക്കാൻ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ബോധിച്ച വഴിയിൽ നടന്ന്, അന്നത്തെ കാലത്ത് നമ്മൾ ഈ പറയുന്നത് പോലെയുള്ള ഒരു ഭാര്യയുമായിട്ട് 40-50 കൊല്ലം ജീവിക്കുന്ന സിസ്റ്റം ഒന്നുമല്ല. ഞാൻ ആ കാലത്തെക്കുറിച്ച് പഠിച്ചപ്പം
ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നു, തോന്നിയവാസികളായിട്ട് ജീവിക്കുന്നു. അങ്ങനെ ജീവിച്ച് 600 700 കൊല്ലം ഭൂമിയിൽ ജീവിക്കുന്നു. അതിലെല്ലാം തലമുറകൾ ഉണ്ടാകുന്നു. ആ തലമുറകൾ തങ്ങൾക്ക് ബോധിച്ചതുപോലെ മൃഗത്തെ പോലെ ജീവിക്കുന്നു, തോന്നുന്ന വണ്ണം ഭാര്യമാരെ എടുക്കുന്നു, അങ്ങനെയെല്ലാം മക്കളുണ്ടാകുന്നു. അങ്ങനെയുള്ള ഒരു ഭൂമിയെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? 700 800 കൊല്ലം ഭൂമിയിൽ ജീവിച്ച് ശരിയായിട്ട് പറഞ്ഞാൽ തോന്നുന്ന പോലെ ഭാര്യമാരെ എടുത്ത്, സത്യമായിട്ട് പറഞ്ഞാൽ വഴിയെ പോകുന്ന ഒരു പെണ്ണുങ്ങളെയും വെറുതെ വിടാതെ അങ്ങനെ ദുഷ്ടന്മാരായി തോന്നിയ വഴിയിൽ മനുഷ്യൻ ജീവിച്ച് ഭൂമിയിൽ മനുഷ്യൻ പെരുകാൻ തുടങ്ങിയപ്പോൾ സർവശക്തനായ ദൈവത്തിന് മനസ്സിലായി, ഇനിയും ഇങ്ങനെ മനുഷ്യനെ കയറൂരി വിട്ടാൽ പറ്റത്തില്ല. എന്തായാലും ആത്മാവിനി വാദിക്കത്തില്ലെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഒരു കാര്യം അറിയാം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മനുഷ്യനിൽ വാദിച്ചുകൊണ്ടിരുന്നു. ഇന്ന് ഞാൻ പറയാം, വചനത്തിലൂടെയും ഈ ഞങ്ങളെപ്പോലെയുള്ള ദൈവദാസന്മാരിലൂടെയും ദൈവാത്മാവ് നമ്മളോടൊക്കെ വാദിക്കുകയാണ്. പക്ഷെ ഈ വാദിക്കുന്ന വാദത്തെ മനുഷ്യൻ കേൾക്കുന്നില്ല. സുവിശേഷത്തിലൂടെ, സുവിശേഷ പ്രസംഗങ്ങളിലൂടെ, പരസ്യ യോഗങ്ങളിലൂടെ, സമൂഹ മാധ്യമങ്ങളിലെ സന്ദേശങ്ങളിലൂടെ, TV സന്ദേശങ്ങളിലൂടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവം വാദിക്കുകയാണ്. വ്യത്യസ്തരായ ആളുകളിലൂടെ വാദിക്കുക. എന്താ? നീ പോകുന്ന വഴി ശരിയല്ല, നീ മടങ്ങി വരണം, നീ ദൈവത്തിന്റെ വഴിയിൽ നടക്കണം. പക്ഷെ ഈ വാദത്തെ കേൾക്കാതെ മനുഷ്യൻ അവന്റെ ഇഷ്ടങ്ങൾ, താല്പര്യങ്ങൾ, ജഡത്തിന്റെ ഇഷ്ടം സാധിപ്പിക്കാൻ തോന്നുന്ന വഴിയിൽ ജീവിച്ചപ്പോൾ ദൈവത്തിനൊരു കാര്യം മനസ്സിലായി, ഇനിയും വാദിച്ചിട്ട് കാര്യമില്ല, ആയുസ് കുറയ്ക്കുക മാത്രമേ ഉള്ളൂ വഴി. ദൈവം എത്ര വലിയവനായ ദൈവമാണ്. ഞാൻ ഈ ദൈവത്തിന്റെ പദ്ധതികളെയും പ്ലാനുകളെയും കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ അത്ഭുതം തോന്നാറുണ്ട്. അങ്ങനെയാണ് 120 ദൈവം മനുഷ്യരുടെ ആയുസ് കുറയ്ക്കുന്നു. പിന്നെ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ ഭാര്യമാരായിട്ടെടുത്തു എന്ന് പറയുന്നത് ദൂതന്മാർ മനുഷ്യ സ്ത്രീകളെ ഭാര്യമാരായിട്ടെടുത്തു എന്നൊരു വ്യാഖ്യാനമൊക്കെ ഉണ്ട്. എന്തുമായിക്കൊള്ളട്ടെ, ഇത് തെളിയിക്കാനുള്ള സമയങ്ങളല്ല ഇത്. പക്ഷേ ബഹുഭൂരിപക്ഷം വേദപണ്ഡിതന്മാരുടെയും അഭിപ്രായത്തിൽ ദൂതന്മാരല്ല. ഇവിടെ ഒരു 2 ജനറേഷനെ നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, ഒരു മാനുഷികമായിട്ടുള്ള എന്താ പറയുന്നത്, ദൈവത്തിന്റെ വഴിയിൽ നടക്കുന്ന ഒരു കുടുംബവും. 2, തങ്ങൾക്ക് ബോധിച്ചതുപോലെ നടക്കുന്നവരും. ഈ പുരാതന കാലത്തെ മല്ലന്മാർ ഇങ്ങനെ ദൂതന്മാരെടുത്തവരാണ്. അപ്പം അങ്ങനെ വേദപുസ്തകത്തിൽ മറ്റു ഭാഗങ്ങളിൽ നമ്മൾ കാണാത്തത് കൊണ്ട് അതിനെയൊന്നും വേദപണ്ഡിതന്മാരിൽ പലരും അംഗീകരിക്കുന്നില്ല. പോയിക്കൊള്ളട്ടെ, എന്താണെങ്കിലും ദൈവം തീരുമാനിച്ചു, ഇനി മനുഷ്യന്റെ ആയുസിനെ ദൈവം കുറയ്ക്കും. പിന്നീട് നമ്മൾ കാണുന്നത് മനുഷ്യായുസ് കുറയുകയാണ്. 200 കുറഞ്ഞു വന്ന് 90-ാം സങ്കീർത്തനത്തിലേക്കൊക്കെ നമ്മൾ എത്തുമ്പോൾ 90-ാം സങ്കീർത്തനത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ മോശയുടെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ, ഒരു മനുഷ്യന്റെ സംവത്സരം 70, ഏറെയായാൽ 80, അതിൻ്റെ പ്രതാപം പ്രയാസമത്രേ, ദുഃഖമത്രേ, അത് വേഗം തീരും. അപ്പോൾ മനുഷ്യായുസിനെ വേഗം തീരുന്ന ഒന്നായിട്ടും കഴിഞ്ഞു പോകുന്ന സംവത്സരങ്ങളായിട്ടും വേഗത്തിൽ കഴിഞ്ഞു പോകുന്ന സംവത്സരങ്ങളായിട്ടുമാണ് മോശ വിശേഷിപ്പിച്ചത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അബ്രഹാമിനെ ദൈവം തെരഞ്ഞെടുത്തത് എന്തിനാണ്? ഈ ഒരു കാലഘട്ടത്തിൽ അബ്രഹാമിനെ ദൈവം തെരഞ്ഞെടുത്തത് എന്തിനാണ്? നോഹയ്ക്ക് കൃപ ലഭിച്ച ഭൂമിയെ ദൈവം നശിപ്പിച്ചത് എന്തുകൊണ്ടാണ്? അബ്രഹാമിനെ തെരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം ഉൽപ്പത്തി പുസ്തകം 18-ന്റെ 18, 19 വാക്യങ്ങൾ മനസ്സിന്റെ അകത്ത് കുറിച്ചിട്ടോണം. നീതി ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് എൻ്റെ വഴിയിൽ നടക്കുവാൻ ഞാൻ അവനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. എന്നെയും നിങ്ങളെയും ദൈവം തെരഞ്ഞെടുത്തതിന്റെ പിന്നിലെ ഉദ്ദേശം മനസ്സിലാക്കുക, നീതി പ്രവർത്തിക്കുക, ന്യായം പ്രവർത്തിക്കുക, ദൈവത്തിന്റെ വഴിയിൽ നടക്കുക. ദാവീദ് പറഞ്ഞതുപോലെ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ, നിന്റെ വഴിയിൽ എന്നെ നടത്തണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ തലമുറയിൽ ഒരുപാട് പേര് തങ്ങൾക്ക് ബോധിച്ച വഴികളിൽ നടക്കുമ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, ദുർനടപ്പിലും മദ്യപാനത്തിലും ലഹരിയിലും നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കരുത്. എനിക്കറിയാം, ഒരുപാട് പ്രിയപ്പെട്ടവർ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് സന്ദേശം കേൾക്കുന്നുണ്ട്. പാപത്തിന്റെ വഴികളിൽ പോകുന്നത് അവസാനിപ്പിക്കുക, ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വരിക, ജീവിതം ദൈവത്തിനായിട്ട് സമർപ്പിക്കുക. ആയുസ് കുറയുകയാണ്. ഇന്ന് എനിക്ക് തോന്നുന്ന ഒരു 40-50 എത്തിയില്ലേ? ഇത്ര മരണങ്ങളാണ് ദിവസവും നമ്മൾ കാണുന്നത്. ചെറുപ്പക്കാരടക്കമുള്ളവർ ലോകം വിട്ടു പോകുമ്പോൾ കാരണങ്ങൾ പലതും നമുക്ക് നിരത്താമെങ്കിലും മനുഷ്യായുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവം നമുക്ക് നൽകി തന്ന ഈ ആയുസ് ദൈവത്തിന്റെ വഴികളിൽ നടക്കാനും ദൈവം പറയുന്നത് കേൾക്കാനും ദൈവപ്രസാദമുള്ള ജീവിതം നയിക്കുവാനുമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ജീവിതം നയിച്ച് കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതം കൊടുത്ത് ദൈവത്തിന് പ്രയോജനമുള്ളവരെ ഈ ലോകത്തിൽ മാത്രമല്ല, ഇതിനപ്പുറത്ത് നിലനിൽക്കുന്ന ഒരു നിത്യരാജ്യമുണ്ട്. ആ രാജ്യത്തിലും യേശുവിനോടുകൂടെ വാഴാൻ നമുക്ക് കഴിയട്ടെ. ഈ ദിവസം അത്തരത്തിൽ നമുക്ക് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് മുന്നേറാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.